നയൻത്ത് സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്ററായ പീരിയോഡിക് ടേബിളിൻ്റെ അടുത്ത ഭാഗം. നെയിം ഓഫ് എലമെൻറ്റ്, മൂലകത്തിൻ്റെ പേര്. സിമ്പിൾ, എന്താണ് പ്രതീകം. ആറ്റോമിക് നമ്പർ, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം. നമ്പർ ഓഫ് ഷെൽസ്, ഷെല്ലുകളുടെ എണ്ണം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം. ഇതിൻ്റെയൊക്കെ സിമ്പിളും ആറ്റോമിക് നമ്പർ, ഇലക്ട്രോൺ കോൺഫിഗറേഷനും നമ്പർ ഓഫ് ഷെൽസും നമുക്കിവിടെ തന്നിട്ടുണ്ട്. വാട്ട് ചേഞ്ച് ഡു യു ഒബ്സർവ് ഇൻ ദ നമ്പർ ഓഫ് ഷെൽസ് ഓൺ മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പ്? മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ഷെല്ലുകളുടെ എണ്ണത്തിന് എന്താണ് സംഭവിക്കുന്നത്? നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസസ്, എന്താണ് നമ്പറിൻ്റെ ഷെല്ലുകൾ കൂടുകയാണ് ചെയ്യുന്നത്. ഹൗ ഡസ് ദ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഷെൽസ് ഇൻഫ്ലുവൻസ് ദ സൈസ് ഓഫ് ആൻ ആറ്റം? ഷെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പത്തിന് എന്താണ് സംഭവിക്കുന്നത്? ആസ് ദ നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസസ് ആറ്റോമിക് സൈസ് ഓൾസോ ഇൻക്രീസസ്, ആറ്റത്തിൻ്റെ വലിപ്പവും കൂടുന്നു. ന്യൂക്ലിയർ ചാർജ് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസൻറ്റ് ഇൻ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയർ ചാർജ് ന്യൂക്ലിയസിന് ഉള്ളിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കുന്നു. വാട്ട് ചേഞ്ച് ഡു യു ഒബ്സർവ് ഇൻ ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ദ ആറ്റോമിക് നമ്പർ? ആറ്റോമിക് നമ്പർ കൂടുമ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണത്തിന് എന്താണ് സംഭവിക്കുന്നത്? ഇൻക്രീസസ്, അല്ലേ, കൂടുകയാണ് ചെയ്യുന്നത്. പ്രോട്ടോണുകളുടെ എണ്ണം കൂടുന്നു. ഇഫ് സോ, വാട്ട് ഹാപ്പൻസ് ടു ദ ന്യൂക്ലിയർ ചാർജ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ദ ആറ്റോമിക് നമ്പർ? അങ്ങനെയെങ്കിൽ ആറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയർ ചാർജിന് എന്താണ് സംഭവിക്കുന്നത്? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്, എന്താണ് ന്യൂക്ലിയർ ചാർജും കൂടുകയാണ് ചെയ്യുന്നത്. വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഇൻക്രീസസ്. ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ന്യൂക്ലിയസിന് ബാഹ്യമായ ഇലക്ട്രോണുകളുടെ ആകർഷണ ബലം കൂടുന്നു. ഇഫ് സോ, വാട്ട് ഹാപ്പൻസ് ടു ദ സൈസ് ഓഫ് ദ ആറ്റം? അപ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പത്തിന് എന്താണ് സംഭവിക്കുന്നത്? ചാൻസ് ഫോർ ഡിക്രീസിങ് ദ ആറ്റോമിക് സൈസ്, ആ വലിപ്പം കുറയുകയാണ് ചെയ്യുന്നത്. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ് ഡൗൺ എ ഗ്രൂപ്പ്. ഇറ്റ്സ് എഫക്റ്റ് ഈസ് ഓവർകം ബൈ ദ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഷെൽസ് ആൻഡ് ഹെൻസ് ദ സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസസ്. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ന്യൂക്ലിയർ ചാർജ് വർദ്ധിക്കുന്നു. അതിനെ മറികടക്കാനായിട്ട് ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതിനാൽ ആറ്റത്തിൻ്റെ വലിപ്പവും കൂടി വരുന്നു. ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദ എലമെൻറ്റ്സ് ബിലോങ്ങിങ് ടു ദ സെക്കൻഡ് പീരീഡ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ ഈസ് ഗിവൺ ബിലോ. പീരിയോഡിക് ടേബിളിലെ രണ്ടാം പീരീഡിൽ ഉൾപ്പെട്ട മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗ്രൂപ്പ് 1, 2, 13, 14, 15, 16, 17. പീരീഡ് 2-ലെ ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, ഇവരുടെയെല്ലാം കോൺഫിഗറേഷൻ ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട്. ഡു യു ഒബ്സർവ് എനി ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് ഷെൽസ് ഓൺ മൂവിങ് അലോങ് എ പീരീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്? പീരീഡിൽ ഇടത്തു നിന്ന് വലത്തു പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ? മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ പീരീഡ് ദ നമ്പർ ഓഫ് ഷെൽസ് റിമെയിൻ unchanged in a period. All elements have same number of shells. It is equal to the period number also. പീരീഡ് നമ്പറിന് തുല്യമായിരിക്കും. വലത്തോട്ട് പോകുമ്പോൾ ഷെല്ലുകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ല. ഒരു പീരീഡിലെ എല്ലാ മൂലകങ്ങളുടെയും ഷെല്ലുകളുടെ എണ്ണം തുല്യമാണ്. ഡസ് ദ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ്? ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ടോ? മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അലോങ് എ പീരീഡ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. പീരീഡ് വലത്തോട്ട് നീങ്ങുമ്പോൾ ന്യൂക്ലിയർ ചാർജിന് കൂടി വരികയാണ് ചെയ്യുന്നത്. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ് ഓൺ മൂവിങ് അലോങ് എ പീരീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ബട്ട് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് ഷെൽസ്. ഒരു പീരീഡ് ഇടത്തു നിന്ന് വലത്തോട്ട് പോകും തോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നുവെങ്കിലും
ഷെല്ലുകളുടെ എണ്ണത്തിൽ മാറ്റം വരുന്നില്ല. വാട്ട് ഹാപ്പൻസ് ടു ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് ന്യൂക്ലിയസ് ടുവാർഡ്സ് ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ്? ബാഹ്യതമ ഇലക്ട്രോണുകളിന്മേൽ ന്യൂക്ലിയസിൻ്റെ ആകർഷണ ബലത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ഇൻക്രീസസ്, കൂടുകയാണ് ചെയ്യുന്നത്. വാട്ട് ചേഞ്ച് ടേക്ക് പ്ലേസ് ഇൻ ദ സൈസ് ഓഫ് ദ ആറ്റം? അപ്പോൾ ആറ്റത്തിൻ്റെ വലുപ്പത്തിന് എന്ത് സംഭവിക്കും? അതിൻ്റെ സൈസ് ഡിക്രീസസ്, കുറയുകയാണ് ചെയ്യുന്നത്. മൂവിങ് അലോങ് എ പീരീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് there is no change in the number of shells, but nuclear charge increases gradually. The attractive force of nucleus on the outermost electron increases, hence the size of the atom gradually decreases. ഒരു പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകും തോറും ഷെല്ലുകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ല. ന്യൂക്ലിയർ ചാർജോ കൂടി വരികയും ചെയ്യുന്നു. ബാഹ്യതമ ഇലക്ട്രോണുകളിൽ ന്യൂക്ലിയസിൻ്റെ ആകർഷണബലം കൂടുന്നു. അതിനാൽ ആറ്റത്തിൻ്റെ വലിപ്പം ക്രമേണ കുറയുന്നു. യു ഹാവ് സീൻ ദ ചേഞ്ച് ഇൻ ദ സൈസ് ഓഫ് ദ ആറ്റം ഇൻ ഗ്രൂപ്പ് ആൻഡ് പീരീഡ്. ഗ്രൂപ്പിലും പീരീഡിലും ആറ്റത്തിൻ്റെ വലിപ്പത്തിലുണ്ടാകുന്ന മാറ്റം നമുക്കിവിടെ മനസ്സിലായി. ഇഫ് സോ, വേർ ക്യാൻ യു ലൊക്കേറ്റ് ദ കമ്പാരിറ്റീവ്ലി ബിഗ്ഗർ ആറ്റംസ് ഇൻ ദ പീരിയോഡിക് ടേബിൾ? പീരിയോഡിക് ടേബിളിലെ വലിപ്പം കൂടിയ ആറ്റങ്ങളുടെ സ്ഥാനം എവിടെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അറ്റ് ദ ബോട്ടം ഇൻ ദ ലെഫ്റ്റ് സൈഡ്. എവിടെയായിരിക്കും ഉണ്ടാവുക? ലെഫ്റ്റ് സൈഡ്, ഇടത്ത് നിന്ന് താഴെയായിരിക്കും ഉണ്ടാവുക, ഇടത് ഭാഗത്തിന് താഴെ. വേർ ആർ ദ സ്മോളർ ആറ്റം ലൊക്കേറ്റഡ്? എന്നാൽ വലിപ്പം കുറഞ്ഞ ആറ്റങ്ങൾ എവിടെയായിരിക്കും കാണുന്നത്? റൈറ്റ് സൈഡ് ടോപ്പ്. എവിടെയാണ്? വലതുഭാഗത്ത് മുകളിലായിരിക്കും നമ്മൾ കാണുന്നത്. Moving down the group, the size of an atom increases. The size of an atom decreases on moving from left to right along a period. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു. എന്നാൽ ഇടതു നിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. You will learn about periodic trends such as ionization, energy, electronegativity, etc. in the next unit. അയോണീകരണ ഊർജം, ഇലക്ട്രോനെഗറ്റിവിറ്റി തുടങ്ങിയ ക്രമാവർത്തന പ്രവണതകളെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.